നമസ്കാരം. പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ആദ്യം നോക്കാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം ബി.ജെ.പിയും പൂർത്തിയാക്കിയതോടെ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞു. എൽ.ഡി.എഫും യു.ഡി.എഫും പ്രചാരണ രംഗത്ത് നേരത്തെ തന്നെ സജീവമാണ്. കോൺഗ്രസിന്റെയും ബി.ജെ.പിയുടെയും സംസ്ഥാന അധ്യക്ഷന്മാർ ജനവിധി തേടുന്നുവെന്ന പ്രത്യേകതയും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിനുണ്ട്. 4 മണ്ഡലങ്ങളിലെ അനിശ്ചിതത്വം അവസാനിച്ചതോടെ സംസ്ഥാനത്ത് മുന്നണികളുടെ പ്രചാരണം കടുക്കും. കോൺഗ്രസ് ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷന്മാർ മത്സരത്തിനിറങ്ങുന്നു എന്ന പ്രത്യേകതയും ഇക്കുറിയുണ്ട്. VIP മണ്ഡലമായ വയനാട്ടിൽ സംസ്ഥാന അധ്യക്ഷനെ പരീക്ഷിക്കുകയാണ് ബി.ജെ.പി ദേശീയ നേതൃത്വം. ഒരു പ്രസിഡന്റ് എന്നുള്ള നിലയിൽ മാത്രമല്ല, ഒരു അടിയുറച്ച പാർട്ടി അച്ചടക്കമുള്ള പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഈ പോരാട്ടം, കനത്ത പോരാട്ടം നിങ്ങൾക്ക് വയനാട്ടിൽ പ്രതീക്ഷിക്കാം. വളരെ ശക്തമായിട്ട് രാഹുൽ ഗാന്ധി നേതൃത്വം നൽകുന്ന വികസന വിരുദ്ധ രാഷ്ട്രീയത്തിനെതിരായി, തെറ്റായ രാഷ്ട്രീയത്തിനെതിരായി, പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിൽ പോലും പോയി ഇന്ത്യയുടെ വികസനവും പുരോഗതിയും തടയാൻ പരിശ്രമിക്കുന്ന ഒരു നേതാവിനെതിരായി സർവ്വശക്തിയും ഉപയോഗിച്ച് ഞങ്ങൾ പോരാടും. കൊല്ലത്ത് നടൻ ജി കൃഷ്ണകുമാറാണ് ബി.ജെ.പിയുടെ സാരഥി. മോഡിജിയുടെ വികസനത്തെപ്പറ്റി ഞാൻ പറയേണ്ട, കാരണം ഈ വാക്കാൽ പറയുന്ന വികസനമല്ല, കണ്ണിൽ കാണുന്ന വികസനങ്ങൾ നമ്മൾ കാണുകയാണ്. ഉദാഹരണത്തിനായിട്ട് ഒരു വന്ദേ ഭാരത് നിന്ന് ട്രെയിൻ വരികയാണ്. നമ്മളാരും ഒരു ട്രെയിനിന്റെ അടുത്ത് പോയി ഒരിക്കലും ഒരു വീഡിയോ കോളോ സെൽഫി എടുക്കുന്ന ചരിത്രമില്ലായിരുന്നു. ഇന്ന് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ വരുമ്പോൾ ആൾക്കാർ ഫോട്ടോ എടുക്കുന്നു, സൗകര്യപരമായ യാത്ര. അപ്പോൾ ഇത്തരം വികസനങ്ങൾ നമുക്ക് കൊല്ലത്തും കൊണ്ടുവരണം. എറണാകുളത്ത് KS രാധാകൃഷ്ണനും ആലത്തൂരിൽ ഡോക്ടർ TN സരസുവും ജനവിധി തേടും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ വോട്ട് നില ഉയർത്തിയതിന്റെ ആത്മവിശ്വാസത്തിലാണ് KS രാധാകൃഷ്ണൻ. പരമ്പരാഗതമായി കോൺഗ്രസ് ജയിച്ചുകൊണ്ടിരുന്ന മണ്ഡലങ്ങളൊക്കെ ഇപ്പം ആരാ ജയിച്ചുകൊണ്ടിരിക്കുന്ന അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ? അപ്പോൾ പരമ്പരാഗതമായിട്ട് അത് നമ്മൾ കേരളത്തിൽ വളരെ തെറ്റായിട്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു നരേറ്റീവാണ്. പരമ്പരാഗതമല്ല, ജനാധിപത്യ സംവിധാനത്തിൽ ആളുകൾക്ക് അവരുടെ അഭിപ്രായങ്ങൾക്കനുസരിച്ച് മാറ്റം വരും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയപ്രതീക്ഷയുള്ള തിരുവനന്തപുരത്തിനും തൃശൂരിനും പുറമെ മറ്റ് മണ്ഡലങ്ങളിലും പരമാവധി വോട്ടുറപ്പിക്കാനുള്ള സ്ഥാനാർത്ഥികളെയാണ് ബി.ജെ.പി കളത്തിലിറക്കുന്നത്. LDFും UDFും രണ്ടാംഘട്ട പ്രചാരണം പൂർത്തിയാക്കിയെങ്കിലും ഇന്നു മുതൽ പ്രചാരണ രംഗത്ത് കളം നിറയാനാണ് NDA തീരുമാനം. 24 തിരുവനന്തപുരം. രാഹുൽ ഗാന്ധിയും ആനി രാജയും നിറയുന്ന വയനാടൻ അംഗക്കളരിയിലേക്ക് K. സുരേന്ദ്രൻ കൂടി എത്തുന്നതോടെ തെരഞ്ഞെടുപ്പ് രംഗം കൂടുതൽ സജീവമാകും. രാഹുൽ ഗാന്ധിക്കെതിരെ ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ ബി.ജെ.പി തയ്യാറാകുന്നില്ല എന്ന വിമർശനത്തിന്റെ പശ്ചാത്തലത്തിലാണ് സംസ്ഥാന അധ്യക്ഷനെ തന്നെ ഇക്കുറി കേന്ദ്ര നേതൃത്വം രംഗത്തിറക്കിയത്. വയനാട്ടിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BDJSൽ നിന്ന് മത്സരിച്ച തുഷാർ വെള്ളാപ്പള്ളിക്ക് കിട്ടിയത് 78,816 വോട്ടുകൾ മാത്രമായിരുന്നു. പേരുകൾ പലത് പറഞ്ഞു കേട്ടിരുന്നെങ്കിലും ബി.ജെ.പി ഇത്തരമൊരു നീക്കം നടത്തുമെന്ന് ആരും കരുതിയില്ല. മത്സരിക്കാൻ വിമുഖത കാട്ടിയിരുന്ന K. സുരേന്ദ്രനെ കളത്തിലിറക്കിയത് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും നേരിട്ടുള്ള ഇടപെടലെന്ന് വിവരം. ഇരുവരും ഒരുപോലെ മുന്നോട്ട് വെച്ചത് സുരേന്ദ്രന്റെ ഒറ്റപ്പേര്. രാഹുൽ ഗാന്ധിക്കെതിരെ ശക്തനായ സ്ഥാനാർത്ഥി വേണമെന്ന നിർബന്ധ ബുദ്ധിയുണ്ടായത് കേന്ദ്ര നേതൃത്വത്തിന്. രാഹുൽ ഗാന്ധിക്കെതിരെ ശക്തമായ മത്സരം നടത്താൻ ബി.ജെ.പി നേതൃത്വം തയ്യാറാകുന്നില്ലെന്നായിരുന്നു നേരത്തെ ഉയർന്നിരുന്ന വിമർശനം. കഴിഞ്ഞ തവണ BDJSന് വേണ്ട വിധം മണ്ഡലത്തിൽ ശോഭിക്കാനായില്ല. 2014 തെരഞ്ഞെടുപ്പിൽ നേടിയ 80,752 വോട്ടുകളുടെ അടുത്തെത്താൻ പോലും തുഷാർ വെള്ളാപ്പള്ളിക്കായില്ല. അതിനാലാകണം ബി.ജെ.പി ഇക്കുറി സീറ്റ് ഏറ്റെടുത്തത്. ബി.ജെ.പിക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതുവരെ നേടാനായത് 9% താഴെ വോട്ടുകളാണ്. ഈ അനുഭവമുള്ളപ്പോൾ വയനാട്ടിൽ ത്രികോണ മത്സര സാധ്യത എത്രത്തോളമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ കണക്കുകൂട്ടൽ. സംസ്ഥാന അധ്യക്ഷൻ ഇറങ്ങുന്നതോടെ വോട്ട് വിഹിതം ഉയർത്താനാകുമെന്ന പ്രതീക്ഷയാണ് നേതൃത്വത്തിനുള്ളത്. രാഹുൽ ഗാന്ധിക്കെതിരായി ശക്തമായ പോരാട്ടം നടത്താൻ NDAക്ക് സാധിക്കും. രാഹുൽ ഗാന്ധിയുടെ വിനാശകരമായ രാഷ്ട്രീയത്തിനെതിരായി ഉജ്ജ്വലമായിട്ടുള്ള തീപാറുന്ന പോരാട്ടം വയനാട്ടിൽ ഞങ്ങൾ കാഴ്ചവെക്കും. പ്രചാരണ രംഗത്ത് ഇപ്പോൾ ഉള്ളത് ഇടതുമുന്നണി സ്ഥാനാർത്ഥി ആനി രാജ മാത്രമാണ്. എല്ലാ പഞ്ചായത്തുകളിലും ഇതുവരെ ആനി രാജയുടെ സാന്നിധ്യമുണ്ടായിട്ടുണ്ട്. രാഹുൽ ഗാന്ധി വൈകാതെ മണ്ഡലത്തിലെത്തുമെന്നാണ് നേതൃത്വം വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CK ജാനുവിന് കോഴ നൽകിയെന്ന പരാതി ഉന്നയിച്ച പ്രസീത അഴീക്കോടും ഇക്കുറി മത്സര രംഗത്തുണ്ട്. K. സുരേന്ദ്രൻ എത്തുന്നതോടെ ഈ കോഴ ആരോപണവും പ്രചാരണ രംഗത്ത് വീണ്ടും സജീവമായേക്കാം. 24 വയനാട്. ബി.ജെ.പിയുടെ 5ാം-ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു. നടി കങ്കണ റണൌട്ട് അടക്കം നിരവധി താരസ്ഥാനാർത്ഥികൾ പട്ടികയിലുണ്ട്. വരുൺ ഗാന്ധിക്ക് സീറ്റ് നിഷേധിച്ചു. കോൺഗ്രസ് വിട്ട പാർട്ടിയിലെത്തി മണിക്കൂറുകൾക്കകം വ്യവസായി നവീൻ ജിണ്ടലിനെ കുരുക്ഷേത്രയിൽ സ്ഥാനാർത്ഥിയായും ബി.ജെ.പി പ്രഖ്യാപിച്ചു. അഭ്യൂഹങ്ങൾ ശരിവെച്ച് വരുൺ ഗാന്ധിക്ക് ഇത്തവണ ബി.ജെ.പി സീറ്റ് നിഷേധിച്ചു. വരുണിന്റെ സിറ്റിംഗ് സീറ്റായ പിലിഭിത്തിൽ
കോൺഗ്രസ് മുൻ നേതാവ് ജിതിൻ പ്രസാദയാണ് ഇത്തവണ ബി.ജെ.പി സ്ഥാനാർത്ഥി. സുൽത്താൻപുരിയിൽ ഇത്തവണയും സ്ഥാനാർത്ഥി സിറ്റിംഗ് എം.പിയായ മേനകാ ഗാന്ധിയാണ്. നടി കങ്കണ റണൌട്ട് ഹിമാചൽ പ്രദേശിലെ മണ്ഡിയിൽ. കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പ്രതിഭ സിംഗിനെതിരെയാണ് മത്സരിക്കുക. രാമായണ ടെലിവിഷൻ സീരിയലിൽ രാമനായി വേഷമിട്ട അരുൺ ഗോവിലാണ് മീററ്റിലെ സ്ഥാനാർത്ഥി. കോൺഗ്രസ് വിട്ട് ബി.ജെ.പിയിലെത്തിയ കുരുക്ഷേത്ര മുൻ എം.പി നവീൻ ജിൻഡാലിന് ബി.ജെ.പി കുരുക്ഷേത്ര സീറ്റ് തന്നെ നൽകി. ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ഹേമന്ത് സോറന്റെ സഹോദര ഭാര്യയും JMM MLAയുമായ സീതാ സോറൻ ദുംക്കയിൽ മത്സരിക്കും. കോൺഗ്രസിൽ നിന്ന് മടങ്ങിയെത്തിയ ജഗദീഷ് ഷെട്ടാർ കർണാടകയിലെ ബെൽഗാമിൽ നിന്ന് ജനവിധി തേടും. കൽക്കട്ട ഹൈക്കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് അഭിജിത് ഗംഗോപാധ്യായ ബംഗാളിലെ തംലുക് മണ്ഡലത്തിൽ മത്സരിക്കും. കേന്ദ്രമന്ത്രിമാരായ ധർമ്മേന്ദ്ര പ്രധാൻ, രാധാ മോഹൻ സിംഗ്, നിത്യാനന്ദ റായ്, ഗിരിരാജ് സിംഗ് തുടങ്ങിയവർ 5ാംഘട്ട പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതേസമയം കേന്ദ്രമന്ത്രി അശ്വിനി കുമാർ ചൌബെ, മുൻ കേന്ദ്രമന്ത്രി ആനന്ദ് കുമാർ ഹെഗ്ഡെ, VK സിംഗ് എന്നിവർക്ക് ഇത്തവണ സീറ്റ് നൽകിയില്ല. 24 ഡൽഹി. JNUവിൽ യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ഭരണം നിലനിർത്തി ഇടത് സഖ്യം. പ്രസിഡന്റ് ഉൾപ്പെടെ 4 സ്ഥാനങ്ങളിലും ഇടതു സ്ഥാനാർത്ഥികൾ വിജയിച്ചു. ഫാസിസ്റ്റ് ശക്തികളെ JNU ഒരിക്കൽ കൂടി അകറ്റിയതായി പ്രസിഡന്റായി തെരഞ്ഞെടുത്ത ധനഞ്ജയ് 24നോട് പറഞ്ഞു. JNUവിൽ 4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നടന്ന യൂണിയൻ തെരഞ്ഞെടുപ്പിലാണ് ഇടതു മുന്നേറ്റം. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ജോയിന്റ് സെക്രട്ടറി, ജനറൽ സെക്രട്ടറി എന്നീ 4 സ്ഥാനങ്ങളിലും ഇടതു സ്ഥാനാർത്ഥികൾ ജയിച്ചു. വോട്ടെണ്ണലിന്റെ ആദ്യ റൗണ്ടിൽ ABVP മുന്നേറ്റം നടത്തിയെങ്കിലും പിന്നീട് ഇടതു സ്ഥാനാർത്ഥികൾ ലീഡ് പിടിച്ചു. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച ധനഞ്ജയ് 922 വോട്ടുകൾക്കാണ് വിജയിച്ചത്. വൈസ് പ്രസിഡന്റ് അവജിത് ഘോഷിന് 927ഉം ജോയിന്റ് സെക്രട്ടറി MO സാജിദിന് 508 വോട്ടുകൾ ലഭിച്ചു. ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് 926 വോട്ടിന്റെ ഭൂരിപക്ഷം നേടിയ പ്രിയാൻഷി ആര്യ BAPSA സ്ഥാനാർത്ഥിയായി ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടെയാണ് ജയിച്ചത്. വർഗീയത തുറന്നുകാട്ടിയാണ് ക്യാമ്പസിൽ വിജയം കൈവരിച്ചതെന്ന് പ്രസിഡന്റ് ധനഞ്ജയ് 24നോട്. क्योंकि हम इस कैंपस में जो लेफ्ट है वो लगातार इस बात को इंश्योर करवा रहा है और करवाते आया है कि इस कैंपस में तमाम बाहर से आने वाले छात्रों को हॉस्टल इंश्योर होगा, सबसे कम पैसे में सबसे बेहतर पढ़ाई होगी, इस बात को इंश्योर. SFI പാനലിൽ മത്സരിച്ച സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസിലെ കൗൺസിലർ സ്ഥാനാർത്ഥിയായ തൃശൂർ സ്വദേശിനി ഗോപിക ബാബുവും വിജയിച്ചു. ദേശീയ രാഷ്ട്രീയത്തിലെ ചലനങ്ങൾ ചർച്ചയാകുന്ന ക്യാമ്പസിൽ വിജയം നിലനിർത്താൻ സാധിച്ചത് ഇടതു സഖ്യത്തിന് ആത്മവിശ്വാസം നൽകും. 24 ഡൽഹി. മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇറക്കിയ ഉത്തരവിൽ അന്വേഷണം ഊർജിതമാക്കി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ജയിലിൽ കഴിയുന്ന കെജ്രിവാളിന് ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഉപയോഗിക്കാൻ കഴിയില്ലെന്ന് ED കേന്ദ്രങ്ങൾ അറിയിച്ചു. കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ നടപടികൾ നിർദ്ദേശിച്ചുള്ള പ്രിന്റ് ചെയ്ത കുറിപ്പാണ് കഴിഞ്ഞ ദിവസം മന്ത്രി അതിഷി വാർത്താസമ്മേളനത്തിൽ പുറത്തുവിട്ടത്. കസ്റ്റഡിയിലുള്ള കെജ്രിവാൾ ചോദ്യം ചെയ്യലുമായി സഹകരിക്കുന്നില്ലെന്നും ED വൃത്തങ്ങൾ വ്യക്തമാക്കി. മദ്യനയ അഴിമതി ഇടപാട് നടന്ന സമയത്ത് ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോൺ എവിടെയാണെന്ന EDയുടെ ചോദ്യത്തോട് മറന്നുപോയി എന്ന മറുപടിയാണ് കെജ്രിവാൾ നൽകിയത്. അതേസമയം കെജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് ആം ആദ്മി പാർട്ടി ഇത്തവണ ഹോളി ആഘോഷങ്ങൾ ഒഴിവാക്കി. EDക്ക് എതിരായ പ്രതിഷേധങ്ങൾ ശക്തമാക്കാനാണ് പാർട്ടി തീരുമാനം. അതേസമയം കെജ്രിവാളിന്റെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രക്ഷോഭങ്ങൾ കടുപ്പിക്കാനാണ് BJPയുടെ നീക്കം. റഷ്യൻ മനുഷ്യക്കടത്തിൽ തിരുവനന്തപുരം തീരദേശ മേഖലകളിൽ നിന്ന് കൂടുതൽ യുവാക്കൾ അകപ്പെട്ടതായി സൂചന. സാമൂഹിക മാധ്യമങ്ങൾ വഴി ഉയർന്ന ശമ്പളമുള്ള ജോലി വാഗ്ദാനം ചെയ്താണ് തട്ടിപ്പ്. യുവാക്കളെ തിരിച്ചെത്തിക്കാൻ ഇന്റർപോളുമായി ചേർന്ന് കേന്ദ്ര സർക്കാർ നടപടികൾ തുടങ്ങി. MG പ്രദേശ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകും. പ്രതീഷ്, ഗുഡ് മോർണിംഗ്. പ്രതീഷ്, എങ്ങനെയാണ് കൂടുതൽ യുവാക്കളെ ഈ തട്ടിപ്പുകാർ വലയിലാക്കിയത്? അതോടൊപ്പം തന്നെ ഈ അവർ റഷ്യയിൽ കുടുങ്ങിയിട്ടുണ്ട് എന്ന വിവരം നാട്ടിലുള്ളവർക്ക് ഏത് വിധേനയാണ് അവിടുത്തെ സാഹചര്യം അടക്കമുള്ള കാര്യങ്ങൾ ലഭ്യമായത്? അതോടൊപ്പം സർക്കാരിന്റെ ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ ഏത് രീതിയിലാണ് ഇപ്പോൾ പ്രതീക്ഷ? ശ്രീലക്ഷ്മി, റഷ്യയിൽ ആകർഷകമായ ശമ്പളം വാഗ്ദാനം ചെയ്താണ് നിരവധി യുവാക്കളെ റഷ്യയിലേക്ക് റിക്രൂട്ട്മെന്റ് ചെയ്തിരിക്കുന്നത്. ഇത് പ്രധാനമായും സാമൂഹിക മാധ്യമങ്ങൾ വഴി വ്യാജ പരസ്യം ചെയ്തും ഒപ്പം ചില ഏജന്റുകൾ മുഖേനയുമാണ് നിരവധി യുവാക്കൾ റഷ്യയിൽ പോയിരിക്കുന്നത്. ഈ സെക്യൂരിറ്റി ജോലി ഉൾപ്പെടെയുള്ള ജോലികളാണ് ഇവർ വാഗ്ദാനം ചെയ്യുന്നത്. പക്ഷേ ഈ റഷ്യയിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷമാണ് ഇതിൽ യുദ്ധത്തിൽ കൂലിപ്പട്ടാളക്കാരായാണ് ഇവരെ കൊണ്ടുപോയത് എന്ന കാര്യം യുവാക്കളടക്കം
അടക്കം അറിയുന്നത്. തിരുവനന്തപുരം തീരദേശ മേഖല കേന്ദ്രീകരിച്ച് വൻ മാഫിയ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തിക്കുന്നു എന്നുള്ള വിവരം നിലവിലെ അന്വേഷണ ഏജൻസിയായ CBIക്ക് ലഭിച്ചിട്ടുണ്ട്. അഞ്ചുതെങ്ങ് മുതൽ പൂവാർ വരെയുള്ള മേഖലകളിൽ നിന്ന് ഏകദേശം 20ഓളം യുവാക്കൾ നിലവിൽ റഷ്യയിൽ അകപ്പെട്ടു പോയി എന്നതാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഇവരെ ഡൽഹിയിൽ നിന്ന് മോസ്കോയിലേക്കും പിന്നീട് ഈ ഷാർജ വഴി നേരിട്ടുമാണ് നിലവിൽ റഷ്യയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. ഈ 2.5 ലക്ഷം രൂപ വരെ ശമ്പളം വാഗ്ദാനം ചെയ്തായിരുന്നു പ്രധാനമായും ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. ഈ തട്ടിപ്പ് നടത്തിയ ആളുകളെ കുറിച്ചുള്ള വിവരങ്ങളും നിലവിൽ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. പ്രധാനമായും തീരദേശ മേഖല കേന്ദ്രീകരിച്ചാണ് ഇത്തരമൊരു സംഘം പ്രവർത്തിക്കുന്നത്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറിവുകളൊന്നും തന്നെ ഇല്ലാത്ത യുവാക്കളാണ് പ്രധാനമായും ഇരയായിരിക്കുന്നത്. നിലവിൽ അഞ്ചുതെങ്ങ് സ്വദേശികളായ 3 യുവാക്കൾ റഷ്യയിൽ അകപ്പെട്ടുവെന്ന കാര്യം ഇതിനോടകം തന്നെ കുടുംബം പുറത്ത് പറഞ്ഞിട്ടുണ്ട്. ഒപ്പം ഇന്നലെ പൂവാറിൽ നിന്നും ഒരാൾ റഷ്യയിൽ അകപ്പെട്ടു പോയി എന്നുള്ള വിവരം പുറത്തു വന്നിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് കൂടുതൽ യുവാക്കളും നിലവിൽ ഈ റഷ്യയിൽ അകപ്പെട്ടു പോയി എന്നുള്ള വിവരം അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നത്. പ്രതീഷ്, ഇവർക്ക് കുടുംബവുമായി ബന്ധപ്പെടാൻ സാധിക്കുന്ന സാഹചര്യമാണോ ഇപ്പോഴുള്ളത്? ശ്രീലക്ഷ്മി, ഇതിൽ പ്രധാനമായും ചിലർക്ക് മാത്രമാണ് കുടുംബവുമായി ആശയവിനിമയം നടത്താൻ കഴിയുന്നത്. അങ്ങനെയാണ് ഈ കുടുംബം ഈ കാര്യങ്ങൾ അറിയുന്നത് പോലും. പക്ഷേ നിലവിൽ ഈ ഇവിടെ കുടുങ്ങിക്കിടക്കുന്ന പലർക്കും കുടുംബവുമായി ആശയവിനിമയം നടത്താൻ കഴിയുന്നില്ല. ഈ റഷ്യയിൽ എത്തിയാൽ ഉടൻ തന്നെ ഇവരുടെ മൊബൈൽ ഫോണുകളടക്കം പിടിച്ചു വാങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉള്ളതെന്ന് നേരത്തെ ഇവിടെ കുടുങ്ങി ഈ വീട്ടുകാരുമായി ആശയവിനിമയം നടത്തിയ ഒരു യുവാവ് പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ വളരെ ഒരു ബുദ്ധിമുട്ടുള്ള സാഹചര്യമാണ് നിലവിൽ ഇവർ അനുഭവിക്കുന്നത്. കാരണം ഈ റഷ്യയിൽ എത്തിയ ശേഷം അവർക്ക് ഒരു പ്രത്യേക കരാറിൽ ഇവരെ കൊണ്ട് യും പിന്നീട് ഈ ക്യാമ്പിലേക്ക് കൊണ്ടുപോവുകയുമാണ് പതിവ്. അവിടെ വെച്ച് ആയുധ പരിശീലനം നൽകിയ ശേഷമാണ് യുദ്ധത്തിലേക്ക് പറഞ്ഞയക്കുന്നത്. ഇതിൽ പോയിട്ടുള്ള പലർക്കും ഗുരുതരമായി പരിക്കേൽക്കുന്ന ഒരു സാഹചര്യവും നിലവിൽ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഈ എത്ര പേർ അവിടെ റഷ്യയിൽ എത്തിയിട്ടുണ്ട്, മനുഷ്യക്കടത്ത് വഴി റഷ്യയിൽ എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരം നിലവിൽ CBIക്ക് ലഭിച്ചിട്ടുണ്ട്. ഇന്റർപോളുമായി ചേർന്ന് ഇവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ് നിലവിൽ കേന്ദ്ര സർക്കാർ നടത്തുന്നത്. ഈ നിലവിൽ പുറത്തു വന്ന പേരുകളിലെ ആളുകളുടെ ബന്ധുക്കളടക്കം മുഖ്യമന്ത്രിയെയും കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിയെയും അടക്കം ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാരും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു സമ്മർദ്ദം കേന്ദ്ര സർക്കാരിന്മേൽ ചെലുത്തുന്നുണ്ട്. എത്രയും വേഗം ഇവരെ മോചിപ്പിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയവും നിലവിൽ അറിയിക്കുന്നത്. ശ്രീലക്ഷ്മി. ശരി, MG പ്രദേശ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ യുവാക്കൾ ഈ ഒരു തട്ടിപ്പിന് ഇരയായിട്ടുണ്ട് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ഭരണഘടനാ സംരക്ഷണ റാലി ഇന്ന് മലപ്പുറത്ത് രാവിലെ 10-ന് മലപ്പുറം മച്ചിങ്ങൽ ബൈപ്പാസ് ജംഗ്ഷനിലാണ് പരിപാടി. വിവിധ മത സാമുദായിക സംഘടനാ നേതാക്കളെ അടക്കം ഉൾപ്പെടുത്തി സംഘടിപ്പിക്കുന്ന റാലി പ്രത്യേക പന്തലിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ 5 ജില്ലകളിൽ സംഘടിപ്പിക്കുന്ന റാലി ഇതിനോടകം കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിൽ പൂർത്തിയായി. സംസ്ഥാനത്ത് ഇന്നും ചൂട് കൂടുമെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 9 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. തൃശൂർ, കൊല്ലം, പാലക്കാട്, കോട്ടയം, തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിലാണ് യെല്ലോ അലർട്ടുള്ളത്. അതേസമയം തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിൽ വേനൽ മഴയ്ക്ക് സാധ്യതയെന്നും മുന്നറിയിപ്പുണ്ട്. തൃശൂർ പൂരത്തിന് മുന്നോടിയായുള്ള പൂരം എക്സിബിഷന് തേക്കിൻകാട് മൈതാനിയിൽ തുടക്കമായി. മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. 180ഓളം സ്റ്റാളുകളും 7-ലധികം പവലിയനുകളും ഒരുക്കും. റോബോട്ടിക്സ് ആനിമൽ പ്രദർശനം, സൂപ്പർ റിയാലിറ്റി ഡോം തിയേറ്റർ തുടങ്ങി ഒട്ടേറെ പുതുമകളാണ് ഇക്കുറി പൂരം എക്സിബിഷനിൽ കാത്തുവച്ചിട്ടുള്ളത്. പൂരം നടത്തിപ്പ് ലക്ഷ്യമിട്ട് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ സംഘടിപ്പിക്കുന്ന എക്സിബിഷൻ അടിമുടി കാഴ്ചക്കാരെ ആകർഷിക്കും. പൂരം മികച്ച രീതിയിൽ സംഘടിപ്പിക്കുന്നതിനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചതായി എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്ത മന്ത്രി കെ രാജൻ പറഞ്ഞു. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം നാളിതുവരെ കണ്ടതിൽ ഏറ്റവും ജനകീയമായ, ഏറ്റവും പങ്കാളിത്തമുള്ള, ഒരവസരം പോലും ഉയരാത്ത വിധത്തിൽ മതനിരപേക്ഷതയുടെ പ്രദർശന കേന്ദ്രമായി മാറുന്ന കേരളം, തൃശ്ശൂർ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും ശ്രദ്ധേയമായ പൂരമാക്കി മാറ്റാൻ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പ്രവർത്തിക്കണം എന്നാണ് ആദ്യം തന്നെ ജില്ലാ ഭരണകൂടത്തിനും സർക്കാരിനും വേണ്ടി അഭ്യർത്ഥിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 180-ൽ പരം സ്റ്റാളുകളും 7-ലധികം പവലിയനുകളും എക്സിബിഷന്റെ ഭാഗമായി സജ്ജമാക്കും. തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ കീഴിലുള്ള വിവിധ സ്ഥാപനങ്ങളിലെ
വിവരാധിഷ്ഠിത സ്റ്റാളും ഒരുക്കും. ദിവസവും വൈകിട്ട് ഓഡിറ്റോറിയത്തിൽ വിവിധ കലാപരിപാടികൾ അരങ്ങേറും. പ്രദർശന ടിക്കറ്റിന് GST ഉൾപ്പെടെ 30 രൂപയും പൂരം നടക്കുന്ന 3 ദിവസം 50 രൂപയുമാണ് നിരക്ക്. ഏപ്രിൽ 19-നാണ് തൃശൂർ പൂരം. തേക്കിൻകാട് മൈതാനിയിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു, TN പ്രതാപൻ, മേയർ MK വർഗീസ്, P ബാലചന്ദ്രൻ MLA തുടങ്ങിയവർ പങ്കെടുത്തു. 24 തൃശൂർ. വാർത്തകളിലേക്ക് വീണ്ടും. രാജ്യം ഹോളി ആഘോഷത്തിൽ. ജനങ്ങൾ വിവിധ നിറങ്ങൾ വാരി വിതറിയും വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങൾ തയ്യാറാക്കിയും ഈ ദിവസം ആഘോഷിക്കും. ഹോളിക എന്ന രാക്ഷസനെ ചുട്ടുകൊല്ലുന്നതിനെ സൂചിപ്പിക്കുന്ന ഹോളിക ദഹൻ എന്ന ചടങ്ങ് ഇന്നലെ ആചരിച്ചിരുന്നു. രാഷ്ട്രപതി ദ്രൗപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ ആശംസകൾ നേർന്നു. രാജ്യത്തും വിദേശത്തുമായി താമസിക്കുന്ന എല്ലാ ഇന്ത്യക്കാർക്കും ആശംസകൾ നേരുന്നുവെന്നാണ് രാഷ്ട്രപതി സന്ദേശത്തിൽ കുറിച്ചത്. ചുവപ്പ്, കുങ്കുമം, മഞ്ഞ, പച്ച, നീല തുടങ്ങി വിവിധ നിറങ്ങളാണ് ആളുകൾ പ്രധാനമായും ഹോളി ആഘോഷത്തിന് ഉപയോഗിക്കുന്നത്. ഹോളി ദിനത്തിലെ ആഘോഷങ്ങളെ രംഗ്വാലി ഹോളി എന്ന് അറിയപ്പെടുന്നു. കൊച്ചിയിലും ഹോളി ആഘോഷങ്ങൾക്ക് തുടക്കമായി. ഉത്തരേന്ത്യൻ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഹോളിക ദഹൻ ചടങ്ങ് സംഘടിപ്പിച്ചു. 28 വരെ ആഘോഷങ്ങൾ നീളും. തിന്മയ്ക്കുമേലുള്ള നന്മയുടെ വിജയമാണ് ഹോളിക ദഹൻ. അഗ്നിക്ക് ചുറ്റും വലം വച്ച ശേഷം ആഘോഷങ്ങൾക്ക് തുടക്കമാകും. പിന്നാലെ ചായങ്ങൾ വാരിയെറിഞ്ഞും നൃത്തം ചെയ്തും നിറങ്ങളുടെ ഉത്സവത്തെ ഉത്തരേന്ത്യൻ ജനത വരവേറ്റു. കൂടുതലും നമ്മുടെ നോർത്ത് ഇന്ത്യൻസ് ആണ്. ഹരിയാന, പഞ്ചാബ്, രാജസ്ഥാൻ, ഗുജറാത്ത് ആലക്കൂടാണ്. കാരണം നമ്മുടെ ഫങ്ഷൻസിൽ അവിടെ ഇപ്പം മലയാളി ഒരുപാട് നമ്മുടെ കൂടെ മലയാളി ഒരുപാടായിട്ട് നമ്മുടെ ആ ബന്ധങ്ങളിലെ അങ്ങനെ ഇൻട്രസ്റ്റഡ് ആണ്. എറണാകുളം ശിവക്ഷേത്ര മൈതാനത്ത് നടന്ന ഹോളി ആഘോഷത്തിൽ പങ്കെടുക്കാൻ എറണാകുളം ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി ഹൈബി ഈഡനും എത്തി. ഇവരുടെ അസോസിയേഷൻ പ്രോഗ്രാംസിലും ഫാമിലി ഗാദറിങ്ങിലും ഒക്കെ പങ്കെടുക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ കൂടുതൽ സന്തോഷത്തോടു കൂടി എൻ്റെ ഒരു പ്രസൻസ് അവരാഗ്രഹിക്കുന്നത് കൊണ്ട് അതുകൂടി ഈ ഒരു ഇലക്ഷൻ സമയത്ത് വരാൻ കഴിഞ്ഞതിലുള്ള സന്തോഷമുണ്ട്. ഇന്നാണ് രംഗ്വാലി ഹോളി നടക്കുക. 28 വരെ കൊച്ചിയിലെ ഹോളി ആഘോഷങ്ങൾ തുടരും. ആഘോഷങ്ങളെയും സംസ്കാരങ്ങളെയും കൊച്ചിയോളം സ്നേഹിക്കുന്ന ഒരു നഗരമുണ്ടോ എന്ന സംശയമാണ്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ കാണുന്ന ഹോളി ആഘോഷം. കൊച്ചിയിൽ നിന്ന് രാഹുൽ വിഎസിനൊപ്പം വിഷ്ണു സുരേഷ്, 24. കോട്ടയം NDAയിൽ തർക്കം രൂക്ഷം. PC ജോർജിനെ പൊതുപരിപാടികളിൽ നിന്ന് മാറ്റി നിർത്തുന്നതാണ് മുന്നണിയിലെ തർക്കത്തിന് കാരണം. അതേസമയം മുന്നണിക്കുള്ളിൽ പ്രശ്നങ്ങളില്ലെന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രന്റെ വാദം. പത്തനംതിട്ട സീറ്റിൽ സ്ഥാനാർത്ഥിയാകാൻ സാധിക്കാത്തതിനു പുറമെ കോട്ടയത്ത് BDJ സ്ഥാനാർത്ഥിയായി തുഷാർ വെള്ളാപ്പള്ളി വരികയും ചെയ്തത് PC ജോർജിനെ ചൊടിപ്പിച്ചിരുന്നു. പരസ്യ പ്രസ്താവനകളിലൂടെ പ്രശ്നം വഷളായതോടെ BJP നേതൃത്വത്തിന് ഇതിൽ നേരിട്ട് ഇടപെടേണ്ടി വന്നു. ഇതിന് പിന്നാലെയാണ് കോട്ടയം മണ്ഡലത്തിലെ പ്രചാരണ പരിപാടികളിൽ നിന്നും PC ജോർജിനെ മാറ്റി നിർത്തി തുടങ്ങിയത്. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനത്തിന് പോലും PCയെ ക്ഷണിച്ചില്ല. പാർലമെന്റ് കൺവെൻഷനിലും തഴഞ്ഞു. എന്നാൽ യാതൊരു പ്രശ്നവുമില്ലെന്നാണ് BJP നേതൃത്വം പറയുന്നത്. ഈ പാർലമെന്റ് കൺവെൻഷന് BJP സംസ്ഥാന പ്രസിഡന്റ് മാത്രമേ വന്നിട്ടുള്ളൂ. PC ജോർജ് ഇന്നലെ കോഴിക്കോട് പാർലമെന്റ് മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ പാർലമെന്റ് മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. അതുകൊണ്ട് ഇത്തരത്തിലുള്ള മാധ്യമങ്ങളുടെ തെറ്റായ പ്രചരണങ്ങൾ നിങ്ങൾ അവസാനിപ്പിക്കും. 35 ദിവസമുണ്ട് തെരഞ്ഞെടുപ്പിന്. ഒരു ലീഡർ വരുമ്പോൾ എല്ലാ നേതാക്കന്മാരും കൂടെ വരില്ല. പരസ്യ പ്രസ്താവന നടത്തി വെട്ടിലാകാതിരിക്കാൻ PC ജോർജ് ശ്രമിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ മറ്റ് പല മണ്ഡലങ്ങളിലും PC ജോർജിനെ പ്രചാരണ പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. കോട്ടയത്തേക്ക് തുഷാർ പ്രചാരണത്തിന് ക്ഷണിക്കുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. സമൂഹത്തിൽ നിലനിൽക്കുന്ന വർണ്ണവിവേചനത്തിനെതിരെ ജോഷി ജോൺ സംവിധാനം ചെയ്ത കുരുവി പാപ്പ എന്ന ചിത്രം കാണാൻ RLV രാമകൃഷ്ണൻ എത്തി. കുരുവി എന്ന പെൺകുട്ടിയുടെ അതിജീവന കഥയാണ് ചിത്രം പങ്കുവയ്ക്കുന്നത്. സമൂഹത്തിൽ നിലനിൽക്കുന്ന ചില വ്യവസ്ഥകളുടെ പ്രതിഫലനമാണ് ചിത്രമെന്ന് RLV രാമകൃഷ്ണൻ പ്രതികരിച്ചു. ഗായികയും സംവിധായികയുമായ സയനോര ഫിലിപ്പ്, നടൻ കൈലാഷ്, സിനിമയുടെ അണിയറ പ്രവർത്തകരും പ്രത്യേക പ്രദർശനം കാണാനെത്തിയിരുന്നു.
വയനാട്ടുകാരുടെയും ഇടുക്കിക്കാരുടെയും ഉറക്കം കെടുത്തുന്നത് വന്യമൃഗങ്ങളാണ്. എന്നാൽ കാടില്ലാത്ത ആലപ്പുഴയിൽ ചേർത്തലക്കാരെ വിറപ്പിക്കുന്നത് ഒരു കുരങ്ങനാണ്. വനംവകുപ്പ് കെണിവെച്ചിട്ടും കുരങ്ങിനെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. ചേർത്തല KSEB ഓഫീസിന് സമീപം ആളൊഴിഞ്ഞ് കാട് പിടിച്ചു കിടക്കുന്ന ഇടത്താണ് കുരങ്ങിന്റെ വിളയാട്ടം. കുറച്ചു നാളുകൾക്ക് മുൻപ് ഇവിടെ എത്തിയ കുരങ്ങൻ ആദ്യം നാട്ടുകാർക്ക് വലിയ ശല്യക്കാരനായിരുന്നില്ല. നഗരത്തിൽ പലയിടത്തും കുരങ്ങ് കറങ്ങി നടക്കുകയായിരുന്നു. എന്നാൽ അടുത്തിടെയായി കുരങ്ങൻ അക്രമാസക്തനാണ്. ചെറിയ പൂച്ചകളെയും പട്ടിക്കുഞ്ഞുങ്ങളെയും ഒക്കെ പിടികൂടി കൊല്ലുന്നത് നാട്ടുകാരിൽ ആശങ്ക സൃഷ്ടിക്കുന്നു. ഇതിനി അടുത്ത ഘട്ടത്തിൽ മനുഷ്യരെ ആക്രമിക്കുന്ന തലത്തിലേക്കാണ് മാറുന്നത്. ഇപ്പം തന്നെ കുട്ടികൾ നടന്നു പോകുമ്പോൾ അവരെ ശല്യം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതിന് കൃത്യമായ രൂപത്തിൽ പ്രിവെൻറ്റ് ചെയ്തില്ലെങ്കിൽ സാധാരണക്കാരായ ആളുകൾക്ക് വളരെ വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഈ മക്കാക്കിനത്തിലുള്ള ഈ കുരങ്ങിനെ എത്രയും പെട്ടെന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ പിടിച്ചു മാറ്റുക എന്നുള്ളത് മാത്രമാണ് ഇവിടെ ഒരു പരിഹാരം എന്നുള്ളത്. KSEB ജീവനക്കാരും പേടിയോടെയാണ് പണിയെടുക്കുന്നത്. നാട്ടുകാരുടെയും KSEB ജീവനക്കാരുടെയും പരാതിയെ തുടർന്ന് വനം വകുപ്പ് ജീവനക്കാർ സ്ഥലത്തെത്തി കുരങ്ങിനെ പിടികൂടാൻ കൂട് സ്ഥാപിച്ചു. പക്ഷേ കുരങ്ങിനെ പിടികൂടാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. 24 ആലപ്പുഴ. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ അരയും തലയും മുറുക്കി ഇറങ്ങിയിരിക്കുകയാണ് സ്ഥാനാർത്ഥികൾ. മലയോര മേഖലയിലെ വോട്ടർമാരെ കാണാൻ വടകരയിലെ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ സ്വന്തമായി ജീപ്പ് ഓടിച്ചാണ് എത്തിയത്. റിപ്പോർട്ടിലേക്ക്. മലയോര ഗ്രാമമായ പശുക്കടവങ്ങാടിയിലെ പര്യടനം കഴിഞ്ഞു. ഇനി പോകേണ്ടത് 7 കിലോമീറ്റർ അകലെയുള്ള മുള്ളൻകുന്നിലേക്ക്. UDF പ്രവർത്തകർ എത്തിയ ജീപ്പിന്റെ താക്കോൽ വാങ്ങി സ്ഥാനാർത്ഥി തന്നെ ഡ്രൈവിംഗ് സീറ്റിൽ. ബാക്കി വോട്ടുപിടുത്തം ജീപ്പിലാവാം. വളഞ്ഞുപുളഞ്ഞ മലയോര പാതയിലൂടെ ഷാഫിയുടെ സ്മാർട്ട് ഡ്രൈവ്. ആളുകൾ കാത്തുനിന്നിടത്തെല്ലാം ജീപ്പ് നിർത്തിയിറങ്ങി. പോരാട്ടം കനക്കുകയാണ് വടകരയിൽ. അടവുകൾ പലത് പയറ്റുന്ന പ്രചാരണ ചൂട് ഹൈ വോൾട്ടേജിലാണ്. 24 കോഴിക്കോട്. ലാലു പ്രസാദ് യാദവിന്റെ 9 മക്കളിൽ രാഷ്ട്രീയത്തിലിറങ്ങുന്ന 4ാമത്തെ ആളാണ് രോഹിണി ആചാര്യ. 2015 രാഷ്ട്രീയത്തിലെത്തിയ 2 ആൺമക്കളും മന്ത്രിമാരായി. ഒരാൾ ഉപമുഖ്യമന്ത്രിയുമായി. പക്ഷേ മകൾ മിസയ്ക്ക് ജയിക്കാനായില്ല. ലാലുവിന്റെ കുടുംബപുരാണം കാണാം. MBBS ബിരുദധാരിയായ രോഹിണി ആചാര്യയെ ലാലു പ്രസാദ് യാദവിന്റെ കർമ്മമണ്ഡലമായ സരണിലാണ് RJD നാമനിർദ്ദേശം ചെയ്തത്. ലാലു പ്രസാദ് യാദവിന് വൃക്ക ദാനം ചെയ്ത രോഹിണി സമൂഹമാധ്യമങ്ങളിൽ ഏറെ പ്രശംസ നേടിയിരുന്നു. വൃക്ക കൊടുത്ത് സീറ്റ് വാങ്ങി എന്ന് രാഷ്ട്രീയ എതിരാളികൾ പറയുന്നുണ്ടെങ്കിലും പിതാവിന് ജീവൻ പോലും നൽകുമെന്നാണ് രോഹിണിയുടെ മറുപടി. मेरा किडनी का ट्रांसप्लांट हुआ है. हमारी बेटी यहाँ रोहिणी आचार्य बैठी है. अपना किडनी हमको दान दे दी, जीवन दान कर दिया. അടിയന്തരാവസ്ഥയിൽ ആഭ്യന്തര സുരക്ഷാ നിയമമായ മിസ ചുമത്തി തടവിലിട്ടപ്പോൾ മൂത്ത മകൾക്ക് ലാലു നൽകിയ പേരും മിസ എന്നായിരുന്നു. രോഹിണിയെപ്പോലെ MBBS നേടിയ മിസ 2014-ലും 2019-ലും പാട്ടലിപുത്രയിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ചെങ്കിലും തോറ്റു. 2015-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2 ആൺമക്കളെയും മത്സരിപ്പിച്ചു. തേജസ്വി പ്രസാദ് യാദവ് 2 തവണ മന്ത്രിയായി, 1 തവണ ഉപമുഖ്യമന്ത്രി. कई बार माननीय मुख्यमंत्री जी जो हैं इस बात को बोलते रहे हैं कि तुम मेरा बेटा जैसा हो. कई बार बोलते हैं और हम भी अपना मानते हैं, अपने गार्जियन मानते हैं. और आप लोग भगवान राम की चर्चा करते हैं. हम आप सबके मन में तो राम है ही, लेकिन एक बात समझना पड़ेगा. മൂത്ത മകൻ തേജ് പ്രതാപ് യാദവ് 2015-ൽ മഹ്വയിൽ നിന്നും 2020-ൽ ഹസൻപൂരിൽ നിന്നും ജയിച്ചു. 2 വട്ടം മന്ത്രിയുമായി. ഭാര്യ ഐശ്വര്യ റായ് തേജിനെതിരെ ഗാർഹിക പീഡന പരാതി ഉന്നയിച്ചതും വാർത്തയായിരുന്നു. റിസർച്ച് ഡെസ്ക് 24. വിശ്വാസികൾക്ക് വ്രതശുദ്ധിയുടെ നാളുകൾ. അൽ മുക്താദിർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പുണ്യങ്ങളുടെ പൂക്കാലം സമർപ്പിക്കുന്നത് എല്ലാ ആഭരണങ്ങളും ഇപ്പോൾ പണിക്കൂലിയില്ലാതെ വാങ്ങാം. അൽ മുക്താദിർ ജ്വല്ലേഴ്സ്. ഇസ്ലാമിക ചിത്രങ്ങളെ അനുസ്മരിച്ച് 12 മണിക്കൂർ നീണ്ടുനിന്ന കിസ്സ പാടിപ്പറയൽ വിശ്വാസികൾക്ക് നവ്യ അനുഭവമായി. മലപ്പുറം സ്വലാത്ത് നഗറിൽ 16 കാഥികരും പിന്നണി ഗായകരുമാണ് കിസ്സ പാട്ടുകൾ പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തിയത്.
മൊളിതു നാനവനെ കുളമിലെ മുറാദുനതിൽ ഒളിവർ റസൂലാരെ കൊല്ലുവാൻ മുതൽ ഇറൈവനാൻ അതിനെ ഇതം വരുകലാല അവർ സദമ മഹബൂദ് നിലയായി. ബദ്ർ സമരത്തിന് പ്രവാചകനും അനുയായികളും മദീനയിൽ നിന്നും പുറപ്പെട്ടത് റംദാൻ 12-നാണ്. ഈ സമരത്തിന്റെ ഓർമ്മ പുതുക്കിയാണ് സ്വലാത്ത് നഗറിൽ 12 മണിക്കൂർ നീണ്ട ഹിസ്സ പാടി പറയൽ. കാതം കലർന്നിൽ നാടുക്കരെ വന്തി കരുണ നബി അവർ മുറാദൈ ബിട്ടാൻ കരുതി തുറന്നതം കമ്മിസൈ ചുട്ടാൻ. കവികൾ ഇസ്ലാമിക ചരിത്രങ്ങളെയും പോരാട്ടങ്ങളെയും പ്രമേയമാക്കി അറബി മലയാള സാഹിത്യത്തിൽ രചിച്ച ഇശലുകളാണ് ഹിസ്സപ്പാട്ട്. പഴയ തലമുറ പുതിയ തലമുറയിലേക്ക് ചരിത്ര കൈമാറ്റം നടത്തിയിരുന്നത് ഇത്തരം പാട്ടുകളിലൂടെയായിരുന്നു. ഈ ബദർ യുദ്ധം നടന്നത് റമദാൻ 17-നാണ്. അതുകൊണ്ട് നോമ്പിന് ബദരീങ്ങൾ ബദർ എന്ന് പറഞ്ഞ സവിശേഷതയുണ്ട്. അതോടൊപ്പം നമ്മൾ ഈ ഒരു പാരമ്പര്യത്തെ നിലനിർത്തുക എന്നുള്ളതാണ്, ഈ പാരമ്പര്യ രീതിയെ നിലനിർത്തുക എന്നുള്ളതാണ് ചെയ്യുന്നത്. പാടിപ്പറയുക എന്നുള്ളൊരു സമ്പ്രദായം വളരെ സജീവമായ ഒരു കാലഘട്ടം ഒരു വർഷങ്ങൾക്ക് മുമ്പേ ഇവിടെയുണ്ട്. മാദിൻ അക്കാദമിയും ഓൾ കേരള കിസ്സപ്പാട്ട് അസോസിയേഷനും ചേർന്ന് കിസ്സപ്പാട്ടുകളെ പുതിയ തലമുറക്ക് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. 24 മലപ്പുറം. അതിരൂക്ഷമായ വരൾച്ചയിലേക്ക് കടക്കുകയാണ് വയനാടിന്റെ വടക്കൻ മേഖല. പുൽപ്പള്ളി, മുള്ളൻകൊല്ലി മേഖലകളിൽ ജലസ്രോതസ്സുകൾ വറ്റിവരണ്ടു തുടങ്ങി. കബനി നദിയിലടക്കം ജലനിരപ്പ് താഴ്ന്നതും വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത്. കബനിയിലേക്ക് എത്തേണ്ട കടമാൻതോടിന്റെ അവസ്ഥ ഈ വിധം. മുള്ളൻകൊല്ലി, പുൽപ്പള്ളി മേഖലയ്ക്ക് വെള്ളം നൽകുന്ന മുദ്ദളിത്തോടും ഇപ്പോൾ കബനിയെ തൊടുന്നില്ല. ഇത്രയും പറ്റിയ ചരിത്രം ഇപ്പോൾ ഞാൻ ഇത്രയായിട്ടൊരു 10-30 വർഷമായിട്ട് ഇങ്ങനെ ഇത്രയും പറ്റി കണ്ടിട്ടില്ല. ഇതിപ്പോൾ ഈ കണ്ടീഷനെല്ലാം തീർന്നു പോകുന്ന 1 മാസം കൊണ്ട് തീരും. ഞാൻ നിൽക്കുന്നത് കബനി നദിയിലാണ്. പലയിടങ്ങളിലും കാൽമുട്ടിൽ താഴെയാണ് വെള്ളം. വയനാട് വരണ്ടുണങ്ങുന്നതിന്റെ സൂചനയാണോ ഈ കാഴ്ച? ആ കാണുന്നത് കർണാടകയാണ്. അവിടേക്ക് മുറിച്ചു കടക്കാവുന്ന വിധത്തിൽ കബനി നദി മെലിഞ്ഞിരിക്കുന്നു. ഇവിടെ ലഭിക്കുന്ന മഴ വളരെ കുറവാണ്. അത് എല്ലാ കാലാകാലങ്ങളായിട്ടുള്ള പടിപടിയായിട്ടുള്ള ഈ കാലാവസ്ഥാ വ്യതിയാനവും മഴക്കുറവും കൊണ്ടാണ് ഇത്ര കടുത്ത വരൾച്ച ഈ ഗ്രാമപഞ്ചായത്തുകളിൽ അനുഭവപ്പെടുന്നത്. ഈ വയനാട് വൃഷ്ടിപ്രദേശത്തുള്ള മുഴുവൻ വെള്ളവും അവർ പൂർണ്ണമായും ശേഖരിച്ച് ഭൂഗർഭ ജലവിധാനം ഉയർത്തി അതിലൂടെ ബോർവെല്ലുകളും മറ്റ് ഓപ്പൺ വെല്ലുകളിലും ജലവിധാനം ഉയർത്തുന്ന സാഹചര്യമാണ് ഉള്ളത്. അതുതന്നെയാണ് നമ്മൾക്കും ഇവിടെ ആവശ്യം. ട്രൈബ്യൂണൽ വിധിയെ വയലേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ആ വിധിപ്രകാരം നമുക്ക് ലഭ്യമായ വെള്ളം ശേഖരിക്കുന്നതിനുള്ള അടിയന്തര നടപടികളാണ് നമ്മുടെ കേരള ഗവൺമെന്റ് എടുക്കേണ്ടത്. വയനാടിന്റെ മറ്റു ഭാഗങ്ങളിലെ സ്ഥിതിയല്ല പുൽപ്പള്ളിയിലും മുള്ളൻകൊല്ലിയിലും. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ തിക്തഫലം ഏറ്റവും അനുഭവപ്പെടുന്ന മേഖലയാണിവിടം. ഈ നില തുടർന്നാൽ കൃഷി അവതാളത്തിലാകും, കുടിവെള്ളത്തിന് പെടാപ്പാടാകും. വേനൽ മഴ കനിയുമെന്ന് മാത്രം പ്രതീക്ഷ. റിബിൻ ജോൺ പാലേരിക്കൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. നോക്കാം ഇനി ഇപ്പോൾ കിട്ടിയത്. മോസ്കോ ഭീകരാക്രമണത്തിൽ പങ്കുണ്ടെന്ന് സംശയിക്കുന്ന 4 പേർക്കെതിരെ തീവ്രവാദ കുറ്റം ചുമത്തി. യുക്രൈന് പങ്കുണ്ടെന്ന് ആവർത്തിച്ച പുടിൻ കൊല്ലപ്പെട്ടവരുടെ സ്മരണയ്ക്കായി മെഴുകുതിരി കത്തിച്ച റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. മരിച്ചവരുടെ എണ്ണം 137ആയി. കർണാടക BJPയിലെ പ്രതിസന്ധിക്ക് അയവ്. സദാനന്ദ ഗൌഡയ്ക്ക് പിന്നാലെ മുൻ മുഖ്യമന്ത്രി ജഗദീഷ് ഷെട്ടാറും വഴങ്ങി. ഇടഞ്ഞു നിൽക്കുന്ന KS ഈശ്വരപ്പ ശിവമോഗയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായേക്കുമെന്ന് സൂചന. മസാല ബോണ്ട് ഇടപാടിൽ ED സമൻസ് ചോദ്യം ചെയ്ത കിഫ്ബിയും ഡോക്ടർ TM തോമസ് ഐസക്കും നൽകിയ ഹർജികൾ ഇന്ന് വീണ്ടും ഹൈക്കോടതിയിൽ. തോമസ് ഐസക്കിന്റെ ഹർജി നിലനിൽക്കെ പുതിയ സമൻസ് അയച്ചതിൽ വിശദീകരണം നൽകാൻ ED. കൂടുതൽ രേഖകൾ നൽകാൻ തയ്യാറെന്ന നിലപാടിൽ കിഫ്ബി. പ്രഭാത വാർത്തകളുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.